ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു വ്ളോഗ് ഡേ ആൻഡ് മൈ ലൈഫാണ്. ഇതിലൊരു 3 റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒരു കിടക്കാച്ചി പായസത്തിൻ്റെ റെസിപ്പിയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ ഒരു നോർമൽ വെജിറ്റബിൾ ബിരിയാണി, പിന്നെ ഒരു ബനാന ബീൽ. മോർണിംഗിൽ തന്നെ മോൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് ടൈം മാറ്റി, അപ്പോൾ അത് മോർണിംഗിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. മോർണിംഗിൽ തന്നെ മോന് കഴിക്കാൻ പറ്റാത്ത കാരണം പിന്നെ ഞങ്ങളും കഴിച്ചില്ല. അത് കഴിഞ്ഞ് അവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ്റെ ഒപ്പം ഇരുന്നിട്ടാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നല്ല മഴ ഉണ്ട് പുറത്ത്. അപ്പോൾ നമ്മൾ പണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് വഞ്ചി ഉണ്ടാക്കി ഇറക്കൽ. അപ്പോൾ അതേപോലെ മോനക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വഞ്ചി ഉണ്ടാക്കാൻ അവനക്ക് പഠിപ്പിച്ചും കൊടുത്ത്. ഞാൻ വഞ്ചി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവനക്ക് വഞ്ചി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒപ്പം വന്നിരുന്ന് അവനും വഞ്ചി ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ ഇതേപോലെ കുറേ കളർഫുള്ള് വഞ്ചികളൊക്കെ ഇറക്കി ഞങ്ങൾ വെള്ളത്തിലിടാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ഓർമ്മകളാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. വഞ്ചി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലിട്ട് അവൻ നല്ല പോലെ എൻജോയ് ചെയ്ത് അവൻ്റെ ആഗ്രഹം പോലെ തന്നെ കുറേ ടൈം വെള്ളത്തിലൊക്കെ കളിച്ച് വഞ്ചി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കയറിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് പായസമാണ്. ഈ പായസം സംഭവം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കരിക്കോണ്ട് പായസം ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഉമ്മ കുറേ വർഷങ്ങൾക്ക് മുന്നേ അങ്ങോട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അതിന് മെയിൻ വേണ്ടത് നമ്മൾ കരിക്കും, അതേപോലെ ബെല്ലവും പാലും, പശുവും പാലുമാണ് വേണ്ടത്. പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റ് പാല് അത് മതി. അതിന് ആവശ്യത്തിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ കരിക്കിൻ്റെ കയമ്പും അതിൻ്റെ വെള്ളവും, വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണ്ട. ഈ കരിക്കിൻ്റെ വെള്ളവും കൂടിയിട്ട് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കുക. അധികം ജ്യൂസ് പോലെ അടിച്ചെടുക്കേണ്ട, കാരണം അതിൽ നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് വേണം. ഇത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കണം. വേവിക്കാൻ വെക്കുന്ന ടൈമിൽ ഇത് രണ്ടും മാത്രം, ഈ കരിക്കിൻ്റെ വെള്ളവും കരിക്കിൻ്റെ കയമ്പും മാത്രം നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. ആ ഉരുക്കി വെച്ച ബെല്ലം ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഉരുക്കി വെച്ച ബെല്ലം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നന്നായി വെന്ത്, നമുക്ക് അധികം വേവ് ഈ ഒരു പായസത്തിനില്ല, കാരണം ഈ കയമ്പ് അത്ര അങ്ങോട്ട് വേവേണ്ട ഒരു കാര്യമില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളക്കാൻ ഒന്ന് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു 3 പൊടികളുണ്ട്. ആ 3 പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ ചുക്ക് പൊടിയാണ്. ഈ വൈറ്റ് കളർ കാണുന്നത് ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിന് മുന്നേ ഈ പൊടികളൊക്കെ ഇടുന്നതിന് മുന്നേ നമ്മൾ ഇനി പാലാണ്, പാക്കറ്റ് പാല്, ഒരു 1 ലിറ്റർ പാക്കറ്റ് പാല് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു പാക്കറ്റ് പാലും പിന്നെ ഈ ഒരു കുറച്ച് പാലും ആക്കിയിട്ട് ഈ പൊടികളുടെ മിക്സ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഇനി കുറുക്കിയെടുക്കുക. മുമ്പ് നമ്മൾ ക്രഷ് ചെയ്തിട്ട് നല്ല പോലെ ക്രഷ് ചെയ്തിട്ട് ചിലതിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഇത് കുറുകിയിട്ട് കിട്ടണമുണ്ട്. പക്ഷെ നല്ല അടിപൊളി ഒരു പായസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം അടപ്രഥമനൊക്കെ നമുക്ക് മാറി നിൽക്കും, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ വെജിറ്റബിൾ ബിരിയാണിയാണ്. പെട്ടെന്ന് എന്താ പറയുക, ഉണ്ടാക്കാൻ തോന്നിയപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറേ സംഭവങ്ങൾ ഇതിൽ കുറവൊക്കെ ഉണ്ടാവും. ഇതിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് കുറച്ച് സബോള. നല്ലപോലെ നമ്മൾ സാധാ ബിരിയാണി വെക്കണ അതേ സ്റ്റൈലിലാണ്, എല്ലാവർക്കും അറിയാം, എന്നാലും റെസിപ്പി ഇടണമെന്നുള്ളൂ. അപ്പോൾ കുറച്ച് സബോള വഴറ്റുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണിയുടെ മേലേക്ക് ഇടാനുള്ള ഉള്ളി മുറിച്ച് വെച്ചതാണ്. സവോള
സവോള നല്ലപോലെ ഒന്ന് വഴണ്ടി വരുമ്പോൾ പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ചില്ലി ചേർക്കണില്ല. ചില്ലി നമ്മൾ ജസ്റ്റ് കീറിയിടണമല്ലോ, ഇതേപോലെ പേസ്റ്റ് ആക്കണില്ല. എന്നിട്ട് ഇതൊന്ന് നല്ല സെറ്റായിട്ട് വരുന്ന ടൈമിൽ പിന്നെ നമ്മൾ ചില്ലി ഇതേപോലെ നീളനെ അരിഞ്ഞിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ഒക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം മെയിൻ ആളായ നമ്മൾ ഉരുളൻകിഴങ്ങാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്തിട്ട് ഇത് വേവിക്കണ്ട, പച്ചവെളിച്ചെണ്ണ ഇടണം. കാരണം നമ്മൾ ഇതിൽ വെന്ത് അതേപോലെ ദമ്മിടുമ്പോൾ അതിലും കൂടെ വെന്ത് കിട്ടണം. നമ്മൾ വേവിച്ചിടുകയാണെങ്കിൽ അതുപോലെ ഉടഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഫ്രഷിൽ കിട്ടില്ല, അത് ഉടഞ്ഞ് ചോറിൽ ഉടഞ്ഞ് പോവും. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ആഡ് ചെയ്യണുള്ളൂ, വേറെ പൊടികളൊന്നും ആഡ് ചെയ്യണില്ല. നല്ലപോലെ മിക്സായിട്ട് വരുമ്പോൾ നമ്മൾ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് ഉണ്ട്, ഗ്രീൻ പീസും ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. നിൽക്കുമ്പോഴാണ് ലാസ്റ്റ് ബിരിയാണിയിലേക്ക് ഒഴിക്കാൻ റോസ് വാട്ടർ ഇല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നൊരു തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ്. റോസ് വാട്ടർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സിമ്പിളായിട്ട് നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കുകയും ചെയ്യാം, സെയിം സ്മെല്ലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് മുഖത്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ല ഫുഡിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതും എടുക്കുക. അതേപോലെ പൂവിൻ്റെ അതിലൊക്കെ പൊട്ടിച്ചിട്ടിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറുന്നുണ്ട്. ഇനി അത് ചൂടാറിയിട്ട് നമുക്ക് ബോട്ടിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ കാലം യൂസ് ചെയ്യുകയും ചെയ്യാം. റോസ് വാട്ടർ സെറ്റായിട്ട് വരുമ്പോഴത്തേനും അപ്പുറത്ത് ബിരിയാണിയൊക്കെ ലേശം ലെവലായി സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേനും അരിയൊക്കെ വേവിച്ച് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച റോസ് വാട്ടറും ഇതിൻ്റെ മേലെ ഒഴിച്ച് പിന്നെ ഇത് ദമ്മിടാൻ വെക്കുക ചെയ്തത്. ഫുഡ് കഴിക്കാൻ വേണ്ടി അടിയിലെത്തിയപ്പോഴാണ് ആ വെജിറ്റബിൾ ബിരിയാണി എഗ്ഗ് ബിരിയാണി ആയിട്ട് മാറിയത്. അതുവരെ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞ് കഴിക്കാൻ പോയ ടൈമിലാണ് പിന്നെ എഗ്ഗ് ബിരിയാണി ആയത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി സ്വസ്ഥമായിട്ട് പായസം കുടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അടപ്രഥമൻ്റെ പോലെ ഇതുപോലെ അതിൽ ക്രിസ്റ്റൽ പോലെ ഈ നമ്മൾ കരിക്കിൻ്റെ കയമ്പ് അതിൽ വെന്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ട്. കാരണം ക്രിസ്റ്റൽ പോലെ അതിൽ കിടക്കും, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് കരിക്ക് വീട്ടിലുള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഫ്രീ ടൈം ഇങ്ങനെ ഇരിക്കണ നേരത്താണ് പിന്നെ തോന്നിയത് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മെറ്റീരിയൽ കൊണ്ട് ഒരു ടോപ്പ് അടിക്കാനാണ്. അത്ര വലിയ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ഒന്നുമല്ല, എന്നാലും ഞാൻ ഇതേപോലെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രണ്ട് ഓപ്പൺ കുർത്ത അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഫുള്ളൊന്നും ഞാൻ അതിൽ കാണിക്കണില്ല, കാരണം നമ്മൾ പല തെറ്റുകളും കാര്യങ്ങളും നമ്മൾ ചെയ്യണേലുണ്ട്. അപ്പോൾ നമ്മളെക്കാളും നല്ല ഇതിൽ അടിക്കണ കുറേ പേര് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ഒരു ഫ്രണ്ട് ഓപ്പൺ കുർത്ത അടിക്കുകയാണ്.
അപ്പോൾ ഞാൻ വേറൊരു കളർ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു മെറ്റീരിയലിൽ നിന്ന് വേറൊരു കഷ്ണം ഞാൻ ആ ഫ്രണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. കുർത്തയുടെ ഫിനിഷിങ് ലുക്ക് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ് വരുന്ന ടൈമായപ്പോൾ പിന്നെ ഈവനിങ് ടൈമായി. പിന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് മെയിനായിട്ട് വേണ്ടത് പഴവും കാഷ്നട്ടും പിന്നെ കുറച്ച് തേങ്ങയും. ഇതാണ് നമ്മൾ ഈ 3 എണ്ണം മെയിൻ വേണ്ടുള്ളൂ. ഇത് നല്ലൊരു സിമ്പിൾ സ്നാക്സാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. കാരണം എപ്പോഴും നമ്മൾ പഴംപൊരിയും അതേപോലെ പഴം വാട്ടിയതും അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇതൊരു വെറൈറ്റി. പക്ഷെ കണ്ടാൽ തോന്നുമോ ഇതിപ്പോൾ എന്താ പറയുക, ഇത്രയും റിസ്ക് എടുക്കണമെന്ന് തോന്നും. പക്ഷെ എന്നാലും അത് ടേസ്റ്റും ഉണ്ട്. ഈ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ട്. പഴം ഇതേപോലെ നല്ല തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് മുക്കി പൊരിക്കൊന്നും വേണ്ട. കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിന്ന് 2 ഭാഗവും ഒന്ന് വാട്ടിയെടുക്കുക. വല്ലാണ്ട് നമ്മൾ മൈദയിൽ മുക്കി പൊരിക്കുക അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് 2 ഭാഗവും കൂടിയിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ അതൊന്നൊരു തളർന്ന പോലെ കിട്ടും. ഇനി അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് തേങ്ങ ആഡ് ചെയ്തിട്ട് ഈ തേങ്ങയും കാഷ്നട്ടും കൂടിയിട്ട് ഒന്ന് സെറ്റായി വരും. എന്നിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ പഞ്ചസാര ഒന്ന് അലിയണ വരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഈ സംഭവം നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയായി. ഇനി നമ്മൾ മുന്നുണ്ടാക്കി വെച്ച ഈ പഴത്തിലേക്ക് ഈ ഫില്ലിങ് ആഡ് ചെയ്യുക. ഒന്ന് റോൾ ചെയ്തെടുക്കുക. സംഭവം ചോദിക്കും എന്തിനാ ഇങ്ങനെ കഴിക്കണത്. പക്ഷേ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഈ ഒരൊറ്റ പീസ് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ആ പഴത്തിൻ്റെ ഒരു വാടിയിട്ടുള്ളൊരു പഴത്തിൻ്റെ ഇതും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു മിക്സും കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു 4 മണി പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ ചെടികളൊക്കെ മാറ്റി വെക്കേണ്ടിയിരുന്നു. അപ്പോൾ 2-3 ചെടികൾ ഞാൻ ബാൽക്കണിയിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് 2-3 ചട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ചെടിയൊക്കെ റെഡിയാക്കി കയറുമ്പോഴത്തേനും നല്ല മഴ പെയ്ത്. പിന്നെ അവിടുന്ന് മഴയൊക്കെ കുറേ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മഗ്‌രിബിൻ്റെ നേരമൊക്കെ കഴിഞ്ഞ് പിന്നെ മോനെ കുറച്ച് നേരം പഠിപ്പിക്കാതിരുത്തി. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ അത് പഠിപ്പിക്കാനിരുത്തി. അത് കഴിയുമ്പോഴത്തേനും പിന്നെ ഡിന്നറിനുള്ള ടൈമായി. നല്ല മഴ ഉണ്ട്, മഴ നിൽക്കണേ ഇല്ല. ഇന്ന് രാത്രിക്കലേക്ക് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. ചപ്പാത്തിക്ക് പകരം ഗോതമ്പ് ദോശ ഉണ്ടാക്കിയതാണ്. അതിലേക്ക് പിന്നെ കടലക്കറി ഉണ്ടാക്കിയുള്ളത്. കടലക്കറി റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതേപോലെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.